അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ എക്സാമൊക്കെ അടുത്ത് വരികയാണല്ലോ. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു കഴിഞ്ഞ വർഷത്തെ ചോദ്യം പേപ്പറാണ് നമ്മൾ വിലയിരുത്തുന്നത്. കഴിഞ്ഞ വർഷം വന്നിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ, അതിൽ ലിസാനുൽ ഖുർആനിലെ ഒരു ഭാഗമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. അടുത്ത ഭാഗങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസങ്ങളിലായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. ലിസാനുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ പൊതുവെ എല്ലാവർക്കും വളരെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന വിഷയമാണ്. അപ്പോൾ അതിലെ ഭാഗമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഒന്നാമത്തെ ഭാഗം നമുക്ക് നോക്കാം. നൂസിലു ബിൽ മുനാസിബി എന്നുള്ളതാണ്, യോജിച്ചത് ചേർക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു ബ്രാക്കറ്റ് നൽകിയിട്ടുണ്ട്. ആ ബ്രാക്കറ്റിൽ നിന്നും യോജിച്ച വാക്ക് ഓരോ സെൻറ്റൻസിൽ നിന്നും അവിടെയുള്ള ഒഴിഞ്ഞ ഭാഗങ്ങളിൽ പൂരിപ്പിക്കുക എന്നതാണ് ചോദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ബ്രാക്കറ്റിൽ ലൈബ, യുനല്ലിഫാനി, ബിദ്ലത്തൻ, കതബ, യാമലൂന, യദ്ഹബൂന തുടങ്ങിയ 6 വാക്കുകളാണ് നൽകപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ 6 സെൻറ്റൻസുകളും നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ബ്രാക്കറ്റിൽ നിന്നും യോജിച്ച വാക്കുകൾ ഓരോ സെൻറ്റൻസിൻ്റെ നടുവിലും നമ്മൾ ചേർത്ത് കൊടുക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് അൽ ഉമ്മാലു ഫിൽ മസ്റായി എന്നുള്ളതാണ്. അപ്പോൾ ഉമ്മാലിൻ്റെയും അതുപോലെ തന്നെ മസ്റായിൻ്റെയും ഇടയിലായിട്ട് ഒരു വാക്ക് നമുക്ക് ചേർക്കാനുണ്ട്. ഉമ്മാൽ എന്ന് പറഞ്ഞാൽ തൊഴിലാളികൾ. അൽ ഉമ്മാലു തൊഴിലാളികൾ ഫിൽ മസ്റായി, മസ്റ എന്ന് പറഞ്ഞാൽ കൃഷിസ്ഥലം. അപ്പം തൊഴിലാളികൾ കൃഷിസ്ഥലത്ത് എന്താ ചെയ്യുക? യഅമലൂന, അവർ അമൽ ചെയ്യുന്നു, അവർ പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ അവർ കൃഷി ചെയ്യുന്നു. അൽ ഉമ്മാലു, അവർ ജോലി ചെയ്യുന്നു. അൽ ഉമ്മാലു തൊഴിലാളികൾ, യഅമലൂന, അവർ ജോലി ചെയ്യുന്നു. ഫിൽ മസ്റായി, അവരുടെ കൃഷിസ്ഥലങ്ങളിൽ അവർ ജോലി ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അമല, ഉമ്മാൽ രണ്ടും ഒരേ രീതിയിലുള്ള വാക്കാണല്ലോ. അപ്പോൾ നമുക്ക് പെട്ടെന്നത് മനസ്സിലാക്കാൻ പറ്റും. അൽ ഉമ്മാലു യഅമലൂന ഫിൽ മസ്റായി, അമല എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യുക എന്നാണ് അർത്ഥം. വൽ ഉമ്മാലു തൊഴിലാളികൾ, യഅമലൂന ഫിൽ മസ്റായി. അടുത്തതായിട്ട് അൽ മുസ്ലിമൂന, മുസ്ലിമീങ്ങൾ, ഇലൽ മസ്ജിദി, പള്ളിയിലേക്ക് യദ്ഹബൂന, അവർ പോകുന്നു. അൽ മുസ്ലിമൂന യദ്ഹബൂന ഇലൽ മസ്ജിദി, അവർ പള്ളിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. മുസ്ലിങ്ങൾ പള്ളിയിലേക്ക്, ദഹബ എന്ന് പറഞ്ഞാൽ പോവുക എന്നർത്ഥം. അപ്പോൾ അതിൻ്റെ മുലാരിയായിട്ടുള്ള ഫിയലാണ് യദ്ഹബൂന. അവർ ഒരുപാട് ആളുകൾ, മുസ്ലിമീങ്ങൾ ഒരുപാട് ആളുകളുണ്ടല്ലോ. അപ്പോൾ യദ്ഹബൂന, അൽ മുസ്ലിമൂന യദ്ഹബൂന ഇലൽ മസ്ജിദി. അടുത്തതായിട്ട് ഹാമിദ് എന്ന ആൾ, ഹാമിദ് എന്ന വിദ്യാർത്ഥി, അദ്ദർസ പാഠം കതബ, അപ്പോൾ അവിടെ എഴുതി എന്നാണ്. ദർസ് പാഠം സാധാരണ അല്ലെങ്കിൽ പഠിക്കുക അല്ലെങ്കിൽ എഴുതുക എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ നമ്മുടെ മുകളിൽ നമുക്ക് യോജിച്ചതായിട്ട് മനസ്സിലാക്കുന്നത് കതബ എന്നുള്ളത്, പാഠം എഴുതി, ഹോംവർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് എഴുതി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഹാമിദുൻ കതബദ്ദർസ, പാഠം എഴുതി, കതബദ്ദർസ. അടുത്തായിട്ട് അത്വാലിബാനി, 2 വിദ്യാർത്ഥികൾ, ബിദ്ദുവാമത്തി, ദുവാമത്ത് പറഞ്ഞാൽ പമ്പരം എന്നർത്ഥം. നമ്മൾ കളിക്കുന്ന പമ്പരം ഉണ്ടല്ലോ. അപ്പം പമ്പരമായതുകൊണ്ട് തന്നെ എന്തുണ്ടാവുക? ലൈബ പറഞ്ഞാൽ കളിക്കുക. അത്വാലിബാനി 2 വിദ്യാർത്ഥികൾ. ലൈബ എന്ന് പറയുമ്പോൾ 2 വിദ്യാർത്ഥികൾ വരും. ലൈബ എന്ന് മാത്രമാണെങ്കിൽ 1 വിദ്യാർത്ഥി മാത്രം. ലൈബ എന്ന് പറഞ്ഞാൽ 2 വിദ്യാർത്ഥികൾ കളിച്ചു. ബിദ്ദുവാമത്തി, പമ്പരം കൊണ്ട് കളിച്ചു എന്നുള്ളതാണ്. അടുത്തതായിട്ട് ജുനൈദും നബീലും അൽ അസ്നാന, പല്ലെന്താ ചെയ്യുക? യുനല്ലിഫാനി, അവർ വൃത്തിയാക്കുന്നു. അപ്പോൾ പല്ലിനോട് യോജിച്ചത് വൃത്തിയാക്കുന്നു. മുകളിൽ നൽകപ്പെട്ട യോജിച്ച വാക്ക് യുനല്ലിഫാനി. നല്ലഫ എന്ന് പറഞ്ഞാൽ വൃത്തിയാക്കുന്നു, നല്ലഫ എന്ന് പറഞ്ഞാൽ വൃത്തിയാക്കി. യുനല്ലിഫു എന്ന് പറഞ്ഞാൽ വൃത്തിയാക്കുന്നു. യുനല്ലിഫാനി എന്ന് പറയുമ്പം 2 ആളുകൾ വൃത്തിയാക്കുന്നു എന്ന് വരും. അപ്പോൾ ജുനൈദും നബീലും യുനല്ലിഫാനി, അവർ വൃത്തിയാക്കുന്നു. അൽ അസ്നാന, അവരുടെ പല്ലുകളെ വൃത്തിയാക്കുന്നു. അടുത്തത് യൽബസു നൗഫൽ ധരിക്കുന്നു. ബിദ്ലത്തൻ റസ്മിയ, ഇനി അവിടെ ബാക്കിയുള്ളത് ഏതാണ്? ബിദ്ലത്തൻ എന്നുള്ളതാണല്ലോ. അപ്പോൾ ആദ്യത്തെ 5 കിട്ടിയാൽ നമുക്ക് അവസാനത്തത് സിമ്പിളായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. എൽബസു നൗഫൽ ധരിക്കുന്നു. ബിദ്ലത്തൻ പറഞ്ഞാൽ സ്യൂട്ട് എന്നൊക്കെ അർത്ഥം. സ്യൂട്ട് ഉണ്ടല്ലോ, നമ്മൾ ധരിക്കുന്ന വസ്ത്രം എന്നുള്ള ബിദ്ലത്താണ്. സ്യൂട്ട് എന്ന കോട്ട് സ്യൂട്ട് എന്നൊക്കെ കേട്ടില്ലേ? അപ്പോൾ ആ ഒരു അർത്ഥത്തിലാണ് ബിദ്ലത്തൻ. റസ്മിയൻ എന്നാണ് ഔദ്യോഗിക വസ്ത്രം, ഔദ്യോഗികമായിട്ടുള്ള സ്യൂട്ട്. അതായത് നമ്മൾ ഓഫീസിലേക്കും മറ്റൊക്കെ പോകുമ്പോൾ ധരിക്കുന്ന ഔദ്യോഗികമായിട്ട് അവിടെ ധരിക്കേണ്ടതായിട്ടുള്ളൊരു യൂണിഫോം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതാണ് ബിദ്ലത്തൻ റസ്മിയൻ, ഔദ്യോഗിക സൂട്ട്. റസ്മിയൻ എന്ന് പറഞ്ഞാൽ ഒഫീഷ്യലായിട്ട് നമ്മൾ ധരിക്കേണ്ട, ഔദ്യോഗിക എന്നാണ് മലയാളത്തിൽ പറയുക. അവിടെ യൂണിഫോമായിട്ട് ധരിക്കേണ്ട കോട്ട് ധരിക്കുന്നു. അങ്ങനെ അൽ ഉമ്മാല് യഅമലൂന ഫിൽ മസ്റായി, അവർ കൃഷിസ്ഥലത്ത് ജോലി ചെയ്യുന്നു. അൽ മുസ്ലിമൂന യദ്ഹബൂന ഇലൽ മസ്ജിദി, മുസ്ലിമീങ്ങൾ പള്ളിയിലേക്ക് പോകുന്നു. ഹാമിദുൻ കതബദ് ദർസ, ഹാമിദ് ദർസ എഴുതി. അത്വാലിബാനി, 2 വിദ്യാർത്ഥികൾ.
ലൈബാബിദ്ദുവാമത്തി പമ്പരം കൊണ്ട് കളിച്ചു. ജുനൈദും ജുനൈദും നബീലും യുനല്ലിഫാനിൽ അസ്നാന അവരുടെ പല്ലുകൾ വൃത്തിയാക്കുന്നു. യൽബസു നൗഫലും നൗഫൽ ധരിക്കുന്നു. ബിദ്ലത്തൻ റസ്മിയത്തൻ ഒഫീഷ്യൽ സ്യൂട്ട് ഔദ്യോഗിക സൂട്ട് ധരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് കരുതുന്നു. അടുത്ത ഭാഗം അടുത്ത ദിവസം നമുക്ക് ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.